കുംഭമേളയിലെ വൈറൽ താരത്തിന്റെ വിവാഹത്തിൽ ആരോപണവുമായി പെൺകുട്ടിയുടെ പിതാവ്. ഫർമാൻ ഖാൻ സിനിമയിൽ നായികയാക്കാമെന്നാണ് വാഗ്ദാനം നൽകിയത്. തനിക്കും സിനിമയിൽ വേഷം വാഗ്ദാനം ചെയ്തിരുന്നു. ഇൻഡോറിൽ നിന്ന് കേരളത്തിലേക്ക് ടിക്കറ്റ് എടുത്തു കൊണ്ടുവന്നതും ഫർഹാൻ ഖാനാണെന്നും വിവാഹം നടന്നുവെന്ന് മാധ്യമങ്ങളിലൂടെയാണ് അറിഞ്ഞതെന്നും പെൺകുട്ടിയുടെ മാതാപിതാക്കൾ പ്രതികരിച്ചു. मेरी बेटी जब लग रहा है तब लोग हम खाना नहीं खाएंगे, मैं मर जाऊंगी। मेरे पाँव पर सरकार से यही मदद मांगती कि मेरी बेटी को मेरे पास ला देना चाहिए। तो मुझे पहले से ही मालूम था कि मेरी बेटी नाबालिग है। उन लोगों ने मैं मेरी बेटी के साथ में था तो मेरी वाइफ को कैसे कैसे पटा के फुसला के उन्हें जाली कागज बनवा लिए कि तुम्हारे देश की सरकार है, तुम्हारे को बना के दे देगी, कैसे भी पैर हाथ जोड़ लेना बना के कागज़ दे देगी। अब मुझे मालूम नहीं था कि कहाँ से बनाया है। फिर मैंने वाइफ के पास आया कि जो कागज़ बनाया कैसे बनाया गया, तो बोले कोई व्यक्ति आया था, उन्होंने ऐसी राय दी थी कि तुम्हारी बेटी को बहुत बड़ी फिल्म मिलेगी, गाने मिलेगी। പെൺകുട്ടിയുടെ പിതാവിന്റെ പരാതിയിൽ പോലീസ് ഇട്ട എഫ്ഐആറിന്റെ പകർപ്പ് 24 ലഭിച്ചു. ശ്രീനാഥ് ചന്ദ്രനാണ് ചേരുന്നത് വിവരങ്ങളുമായി. ശ്രീനാഥ്, ഇപ്പോൾ പെൺകുട്ടിയുടെ പിതാവ് പറയുന്നത് ഇത് ഇക്കാര്യത്തെക്കുറിച്ചൊന്നും ഇദ്ദേഹത്തിന് കൂടുതൽ അറിവില്ല, സിനിമയിൽ അഭിനയിപ്പിക്കാമെന്ന് പറഞ്ഞു കൊണ്ടുപോകുന്നു, പിന്നീട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നു. അതിൽ പരാതിയുമായി ഇപ്പോൾ പിതാവ് രംഗത്തെത്തും. സ്മിത, കുംഭമേളയിലെ ഈ വൈറൽ താരത്തിന്റെ കുടുംബത്തിന് യഥാർത്ഥത്തിൽ എന്താണ് പരാതി എന്ന കാര്യത്തിൽ ഒരു വ്യക്തതയാണ് ഈ എഫ്ഐആറിൽ നിന്ന് ലഭിക്കുന്നത്. മാത്രമല്ല, കുടുംബത്തിന്റെ ചില ആരോപണങ്ങളാണ് ഈ ബൈറ്റിൽ പ്രതികരണത്തിൽ നമ്മൾ കേൾക്കുന്നത്. ഏറ്റവും ഒടുവിൽ കേട്ട പ്രതികരണത്തിൽ കുടുംബം പറയുന്നത് പെൺകുട്ടിയുടെ കൈവശമുള്ള രേഖകൾ, ഈ പ്രായം 18 തികഞ്ഞു എന്ന തരത്തിലുള്ള രേഖകൾ അത് വ്യാജമായി ഉണ്ടാക്കിയതാണ് എന്നതാണ്. അമ്മ കരഞ്ഞുകൊണ്ട് മകളെ തനിക്ക് തിരിച്ചു വേണമെന്ന് പറയുന്നതാണ് നമ്മൾ കേട്ടത്. ഈ എഫ്ഐആറിലുള്ള വിവരങ്ങളാണ് ഈ കേസിന്റെ നാൾ വഴിയിൽ പ്രധാനപ്പെട്ടത്. ഈ കുടുംബം ആരോപിക്കുന്ന ഇതാണ്: ഈ കുംഭമേളയിലെ മാലയും മറ്റും വിൽക്കാൻ പോയതാണ് കുടുംബം. അവിടെ വെച്ച് പെൺകുട്ടിയുടെ ഫോട്ടോ വൈറലായി, അങ്ങനെ പെൺകുട്ടി വൈറലായി സിനിമയിലേക്കും സീരിയലുകൾക്കുമൊക്കെ അവസരങ്ങൾ തേടി വന്നു. അങ്ങനെയാണ് ഫർമാൻ ഖാനുമായി പരിചയപ്പെടുന്നത്. കുടുംബത്തിന് ഈ ഫർമാൻ ഖാനെ നേരത്തെ തന്നെ അറിയാം. ഈ കാലയളവിലാണ്, പെൺകുട്ടി വൈറലായതിനു ശേഷമുള്ള കാലയളവിലാണ് ഫർമാൻ ഖാനും പരിചയപ്പെടുന്നത്. അങ്ങനെ ഫർമാൻ ഖാൻ സിനിമയിൽ അവസരമുണ്ട് എന്ന് പറഞ്ഞു പെൺകുട്ടിക്ക് അഭിനയ ക്ലാസ് പരിശീലനം ഓൺലൈനായി നൽകുകയും ചെയ്തു. അങ്ങനെയാണ് ഏറ്റവും ഒടുവിൽ സിനിമയിൽ അഭിനയിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഇൻഡോറിൽ നിന്ന് കേരളത്തിലേക്ക് വിമാനത്തിൽ കുടുംബസമേതം പെൺകുട്ടിയെ എത്തിക്കുന്നത്. പിതാവിനെയും ഒപ്പം കൂട്ടുന്നുണ്ട്. ഇതിനൊരു വിശ്വാസ്യത കൂട്ടാനെന്ന വണ്ണം തനിക്കും സിനിമയിൽ ഒരു അവസരം നൽകാമെന്ന് ഈ ഫർമാൻ ഖാൻ പറഞ്ഞു എന്നാണ് പെൺകുട്ടിയുടെ അച്ഛൻ പറയുന്നത്, പിതാവ് പറയുന്നത്. അദ്ദേഹം പറയുന്നത് ഒരു കേണലിൻ്റെ വേഷം തനിക്ക് ഈ സിനിമയിൽ അവസരമുണ്ട്, മകൾ നായികയാവും, തനിക്കൊരു കേണലിൻ്റെ വേഷം കൂടി തരുമെന്ന് ഫർമാൻ ഖാൻ പറഞ്ഞു എന്നാണ് പറയുന്നത്. പക്ഷേ പിന്നീട് കേരളത്തിന് എത്തിയതിനു ശേഷം സ്ഥിതി മാറി. തനിക്ക് തൽക്കാലം അഭിനയിക്കാനുള്ള അവസരം ഇവിടെ ഇല്ല, മടങ്ങിപ്പോകണമെന്ന് നിർബന്ധിച്ചു. അങ്ങനെ ഈ പെൺകുട്ടിയെ കേരളത്തിൽ നിർത്തി തന്നെ തിരികെ ഇൻഡോറിലേക്ക് അയക്കുകയായിരുന്നു. പിന്നീടാണ് മാർച്ച് 11 അവർ ഈ നാട്ടിലേക്ക് എത്തുന്നത്. ഫെബ്രുവരി അവസാന ആഴ്ചയാണ്. പിന്നീട് അവർ തിരികെ പോകുന്നത്. 28-ാം തീയതിയോടെയാണ് പിതാവ് തിരികെ ഇൻഡോറിലേക്ക് പോകുന്നത്. പിന്നീട് മാർച്ച് 11-ാം തീയതിയാണ് ഇങ്ങനെ വിവാഹം നടന്നു എന്ന് സമൂഹ മാധ്യമങ്ങളിലൂടെ തങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞത് എന്നതാണ് കുടുംബം പറയുന്നത്. ചുരുക്കത്തിൽ തങ്ങളോട് ഫർമാൻ ഖാൻ പറഞ്ഞ കാര്യങ്ങൾ അത്രയും തന്നെ വ്യാജമായിരുന്നു, മകളെ തട്ടിക്കൊണ്ടുപോയി എന്നതാണ് ഈ പരാതിയിലുള്ളത്. പോലീസ് ഇട്ട വകുപ്പുകൾ പരിശോധിക്കുമ്പോഴും തട്ടിക്കൊണ്ടുപോകലുമായി ബന്ധപ്പെട്ട വകുപ്പുകളാണ് ഇപ്പോൾ ഇതിൽ രജിസ്റ്റർ ചെയ്തതായി കാണുന്നത്. മാത്രമല്ല, ഈ മാർച്ച് മാസം 25-ാം തീയതിയാണ് ഈ എഫ്ഐആർ മഹേശ്വർ പോലീസ് രജിസ്റ്റർ ചെയ്തത്. ശ്രീനാഥ്, എന്തായാലും ഫർമാൻ ഖാൻ പറഞ്ഞത് എല്ലാം കളവാണെന്ന് മാതാപിതാക്കൾ പറയുന്നുണ്ട്. അവർ കടുത്ത ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഇവിടുത്തെ CPIMന്റെ രാഷ്ട്രീയ നേതാക്കൾ, CPM സംസ്ഥാന സെക്രട്ടറി അടക്കമുള്ളവർ ഒരുപക്ഷെ മറുപടി പറയേണ്ടി വരുമെന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. വിവരങ്ങൾ നൽകുകയായിരുന്നു ശ്രീനാഥ് ചന്ദ്രൻ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.